ഇപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്രൈയുടെ 3ാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ 3 കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ദിവസങ്ങളിലായിട്ട് ആണ് കിട്ടുന്നത്. അപ്പം ഇതാണ് ലാസ്റ്റ് വന്ന ഓർഡർ. അപ്പം ഇതിനകത്ത് നമ്മുടെ ഒരു വോൾവോയാണ് ഓർഡർ ചെയ്തത്. കണ്ടോ, നല്ല അടിപൊളി പാക്കേജിങ്. ഒരു ദിവസം ഡിലേ വന്നായിരുന്നു വരാൻ. പാക്കേജിങ് നോക്കിയാൽ ജസ്റ്റ് അമ്പോ. ഇതിനകത്ത് കാർഡ് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞത് ലക്കാണ്. നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എന്നാണേലും. എന്തൊരു മാരക പാക്കേജിങ് ആണ്. പാക്കേജിങ് ഒക്കെ ഇത് വന്ന അവസ്ഥ കണ്ടില്ലേ, എൻ്റെ ദൈവമേ. ഇതെങ്ങനെയാണ് ഇനി ഉമ്മമാർ ചേരിച്ചാണോ വെച്ചേക്കുന്നത് എന്നും അറിയത്തില്ല. എന്നാണേലും നമിക്കണം വേറെ പാക്കേജിങ്. ഓക്കെ, നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. ഇപ്പം ഇവിടെ നിന്നാണ് പൊളിക്കുക. ഇവിടെ അത് നോക്കി. ഈശ്വര, എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഈശ്വര. ഗൈസ് നമുക്ക് ഗൈസ്, എൻ്റെ ദൈവം, ഈ അമ്പോ നമ്മുടെ വോൾവോ സൂപ്പർ ഡാമേജ്. ഇതുണ്ട് ഗൈസ്, കിണ്ണം കാച്ചിയായിട്ട് ചിളങ്ങി വന്നിട്ടുണ്ട്. ഈശ്വര, എന്ത് അയ്യോ, ഇവിടെ കീറി കേട്ടോ ഗായ്. ഇവിടെ ഇതുണ്ടോ, ഇവിടെ കീറി കാർഡ് ഡാമേജ് ആയി കേട്ടോ. അതുകൊണ്ട് സൂപ്പറായിട്ട് കാർഡ് ഡാമേജ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി അവസ്ഥ 3ാമത്തെ ഓർഡറും എന്ത് കഷ്ടം നിർത്തിയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഡാമേജ് വന്നിട്ടുണ്ട്, ഫുള്ള് ഡാമേജ്. അയ്യോ, മോശം ഡെലിവറി എന്ന് വെച്ചാൽ മോശം ഡെലിവറി, ഒന്നും പറയാനില്ല. ഇനി നമുക്കാണെങ്കിൽ ഇത് മിക്കവാറും അൺഗാർഡ് ചെയ്യേണ്ട വരുമായിരിക്കും. കാരണം ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇത് കണ്ടില്ലേ, കീറിപ്പറിഞ്ഞ്. ഇത് നമുക്കിങ്ങനെ ഷെൽഫിൽ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെയാക്കി എടുക്കേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. അപ്പം എൻ്റെ ക്ലോസറായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. ഇവിടെ തന്നെ നമുക്ക് 2 പപ്പിക്കുട്ടികളെ കാണാം. അതുപോലെ ബാക്കിൽ ടെയിലൈറ്റ്, വോൾവോയുടെ ടെയിലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വോൾവോയുടെ ലോഗോ, അങ്ങനെ എഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലിവറി കൊടുത്തിട്ടുണ്ട്, മിച്ചലിൻ്റെ ടയറിൻ്റെ ലിവറിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ അത്യാവശ്യം ഹെഡ്ലൈറ്റ്, ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫ് ടോപ്പിൽ നമുക്ക് മറ്റേ സൺ റൂഫ് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ഗ്ലാസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ്. കുഴപ്പമില്ല, അടിപൊളി വണ്ടിയാണ്. പക്ഷേ കാർഡ് നമുക്ക് കിട്ടിയത് അത്യാവശ്യം ഭയങ്കര ഡാമേജ് ആയിട്ടാണ്. അതാണ് ഒരു നെഗറ്റീവ് വന്നത്. വേറെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞത്. എന്തായാലും ഈ ഓർഡറും കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല. എന്നാണേലും നിങ്ങൾ കാര്യം ശരിയാണ്, MRPക്കാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് കാർഡായിട്ട് സൂക്ഷിക്കണമെന്നെങ്കിൽ റീറ്റെയിൽ സ്റ്റോറിലോ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അറിയാവുന്ന MRPക്ക് കൊടുക്കുന്ന സ്റ്റോറിൽ നിന്ന് പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല പിന്നെ നമ്മൾ കൂടിയ പ്രൈസിന് പോയി മറ്റിടത്തുനിന്ന് എടുക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള വർത്താണെന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. MRPക്ക് എടുക്കുവാണെങ്കിൽ എടുത്താൽ മതി, അതായിരിക്കും നല്ലത്. നല്ല വണ്ടികൾ മാക്സിമം ഹണ്ട് ചെയ്യുക വണ്ടി MRP തന്നെ. കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വിഷനിലോട്ട് പോകാം. ഗൈസ്, ഒരു പുതിയൊരു തീരുമാനത്തിലോട്ട് എത്തിയേക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ കാർഡ് അൺകാർഡ് ചെയ്യാൻ പോകും. കാരണം ഇത് വളരെയധികം ഡാമേജ് ചെയ്യും. നമുക്കിത് നേരെയാക്കി എടുക്കാനോ അങ്ങനെയൊന്നും പറ്റുകയില്ല. കാരണം ഇത് കണ്ടില്ലേ, വളരെ മോശം അവസ്ഥയിലാണ് ഈ കാർഡ് വന്നേക്കുന്നത്. ഫോക്കസ് ആണ്, മോശം അവസ്ഥ എന്ന് വെച്ചാൽ മോശം അവസ്ഥ. ഇത് കണ്ടില്ലേ, 5x ആയിട്ടുണ്ട്. മോശം അവസ്ഥയിലാണ് കാർഡ് വന്നേക്കുന്നത്. അത് കാരണം നമുക്കിത് കാർഡായിട്ട് ഇത് കണ്ടില്ലേ, ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വന്ന ആദ്യത്തെ ഓർഡറാണ് നമ്മുടെ ഫോർഡിൻ്റെ വണ്ടി.
അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് വന്നത്. നമ്മൾ അതിലും പാക്കേജിങ് കുറ്റം പറഞ്ഞു, പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം വന്ന ഓർഡറായിരുന്നു അടിപൊളി. രണ്ടാമത് വന്നതാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഇത് പിന്നെ ഞാൻ റെഡിയാക്കി എടുത്തു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റിൽ കണ്ടീഷൻ കിട്ടി. ലാസ്റ്റ് വന്ന ഓർഡറാണ് എൻ്റെ മോനെ ഓർഡർ. എൻ്റെ അവസ്ഥ എന്നാണ്, ഞങ്ങളത് അൺഗാർഡ് ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം വോൾവോ. ബ്ലേഡിന് മൂർച്ചയില്ല ഗൈസ്, അതാന്ന് തോന്നുന്നു, പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഈ സൈഡ് ഓക്കെ ആക്കിയിട്ടുണ്ട്, അൺഗാർഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മൾ അൺഗാർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ എടുക്കാം. സൺലൈറ്റ് കുറവാണ്, സൺസെറ്റ് കയറി. അപ്പോൾ നമ്മളിതാണ് വണ്ടിയുടെ ഡീറ്റെയിലിങ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, ഗ്രില്ല് നല്ല ഔട്ട്സൈഡായി നിൽക്കുന്നതുകൊണ്ട് നല്ല നോയ്സ് കാണും. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് വണ്ടി. ടെയിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒരു തൂണൽ വെച്ച് കാണിക്കാം.